നമസ്കാരം. മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സലിനകത്ത് നിന്ന് നമ്മൾ പഠിച്ച ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ ബേസിക് യൂണിറ്റ് ഓഫ് വർക്ക്ഷീറ്റ് ഇൻ ടു വിച്ച് യു എൻ്റർ ഡേറ്റ ഇൻ എക്സൽ ഈസ് കോൾഡ്. അതായത് നമ്മൾ ഡേറ്റ എൻ്റർ ചെയ്യുന്ന വർക്ക്ഷീറ്റിലെ ആ ഒരു ബേസിക് യൂണിറ്റിനെ പറയുന്ന പേരെന്താണ്? സെല്ലാണോ, ടേബിളാണോ, ബോക്സ് ആണോ, കോളമാണോ? ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? സെല്ലാണ്. ബേസിക് യൂണിറ്റ് ഓഫ് എ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെല്ലാണ്. അതുപോലെ തന്നെ ഇത് പറയുന്നുണ്ട് എന്താണ്? നമ്മൾ ഡേറ്റ എൻറ്റർ ചെയ്യുന്നത്. ഇപ്പോൾ ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ്റർസെക്ഷൻ ഓഫ് റോസ് ആൻഡ് കോളംസ് ആണ് സെല്ലുകളെല്ലാം ചെയ്യുന്ന ആ ഒരു കോമ്പിനേഷൻ. അതിനെയാണ് എന്ത് പറയുന്നത്? നമ്മുടെ ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ടേബിളിനകത്ത് വരുന്ന ആ ഇൻ്റർസെക്ഷൻ ഓഫ് റോസ് ആൻഡ് കോളം, റോയും കോളവും ചേരുന്ന ആ ഒരു പാർട്ടിനെ പറയുന്ന പേരെന്താണ്? സെല്ലെന്നാണ് പറയുന്നത്. ഇതാണ് സെല്ലാണ് ബേസിക് യൂണിറ്റ് വർക്ക്ഷീറ്റിൻ്റെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഫീച്ചർ ഓഫ് MS എക്സൽ ക്വിക്ക്ലി കംപ്ലീറ്റ്സ് എ ഡേറ്റ. ഏതെങ്കിലും ഒരു ഡേറ്റ ക്വിക്ക്ലി നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന എക്സലിൻ്റെ ഫീച്ചർ എന്താണ്? ഓട്ടോ കംപ്ലീറ്റ് ആണോ, ഓട്ടോ ഫില്ലാണോ, ഫിൽ ഹാൻഡിലാണോ, സോർട്ടിംഗ് ആണോ? ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഓട്ടോ ഫില്ലാണ് ആൻസർ. അതായത് 1 2 3 എന്ന് ഒരു സീരീസിലുള്ള ഒരു ഡേറ്റാസിനെ നമുക്ക് ഫില്ല് ചെയ്യണമെങ്കിൽ 1 2 3 എന്ന് ഫില്ല് ചെയ്യണമെങ്കിൽ 1 ഉം 2 ഉം കൊടുത്തിട്ട് നമുക്ക് ഫിൽ ഹാൻഡിലിൽ നമ്മൾ എന്ത് ചെയ്യുക? ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മന്ത്, അതായത് ജനുവരി, ഫെബ്രുവരി, അതുപോലെ തന്നെ ഡേയ്സ്, സൺഡേ, മൺഡേ, ഇതെല്ലാം നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഓപ്ഷൻ ഓട്ടോ ഫില്ലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് ദ ഐറ്റംസ് ഓഫ് എ കോളം ഇൻ സം സീക്വൻസ് ഓഫ് ഓർഡർ ഈസ് നോൺ ആസ്. അതായത് ഒരു കോളത്തിലുള്ള ഡേറ്റാസിന് ഒരു സീക്വൻസ് ഓഫ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? അറേഞ്ചിങ് ആണോ, ഓട്ടോ ഫില്ലാണോ, സോർട്ടിംഗ് ആണോ, ഫിൽട്ടറിംഗ് ആണോ? ഒരു സീക്വൻസ് ഓഫ് ഓർഡറിൽ ഇപ്പോൾ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് അങ്ങനെയുള്ള ഓർഡറിലൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിന് എന്താ പറയുന്നത്? സോർട്ടിംഗ് എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഫംഗ്ഷൻ ഇൻ എക്സൽ മസ്റ്റ് ബിഗിൻ വിത്ത്. എങ്ങനെയാണ് ബിഗിൻ ചെയ്യുന്നത്? ഈ ബ്രാക്കറ്റ് സൈൻ പരാന്തസിസിലാണോ, പ്ലസ് സൈൻ ആണോ, ഈക്വൽ സൈൻ ആണോ, ഗ്രേറ്റർ ദാൻ സൈൻ ആണോ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഫോർമുല ആണെങ്കിലും ഫംഗ്ഷൻ ആണെങ്കിലും ബിഗിൻ ചെയ്യുന്നത് ഏത് സൈനിലാണ്? ഈക്വൽ സൈനിലാണ് ബിഗിൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഫംഗ്ഷൻ ഇൻ എക്സൽ ചെക്ക് വെദർ എ കണ്ടീഷൻ ഈസ് ട്രൂ ഓർ ഫോൾസ്. ഒരു കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണ്? സം ആണോ, കൗണ്ട് ആണോ, ഇഫ് ആണോ, ആവറേജ് ആണോ? ഏത് ഫംഗ്ഷൻ ആണ്? ഇഫ് ഫംഗ്ഷൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോജിക്കൽ ഓപ്പറേഷൻ. ഇഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ എന്താ? ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ കണ്ടീഷൻ എന്താ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? ട്രൂ കിട്ടും. തെറ്റാണെന്നുണ്ടെങ്കിൽ ഫോൾസ് കിട്ടും. ഇനി നോക്കിയേ, സം എന്താ? സം കണ്ടുപിടിക്കാൻ കൗണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? ന്യൂമറിക് ആയിട്ടുള്ള വാല്യൂസിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടി. ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടി. അടുത്തത്, ഹൗ മെനി ഷീറ്റ്സ് ആർ ദെയർ ബൈ ഡീഫോൾട്ട് വെൻ വി ക്രിയേറ്റ് എ ന്യൂ എക്സൽ ഫയൽ. ഒരു പുതിയ എക്സൽ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ബൈ ഡീഫോൾട്ട് ആയിട്ട് എത്ര ഷീറ്റ് ഉണ്ടായിരിക്കുമെന്നാണ് ചോദിക്കുന്നത്. എത്ര ഷീറ്റാണ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ഡീഫോൾട്ടായിട്ട് 3 ഷീറ്റ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് എക്സൽ ഫയൽ ഈസ് ജനറലി കോൾഡ് ആസ്. ഒരു എക്സൽ ഫയലിനെ ജനറലി വിളിക്കുന്ന പേരെന്താണ്? വർക്ക് ഷീറ്റ് ആണോ, ഈ സ്പ്രെഡ് ഷീറ്റ് ആണോ, വർക്ക് ബുക്ക് ആണോ, ഷീറ്റ് ആണോ? എന്താണ്? ഒരു എക്സൽ ഫയലിനെ പറയുന്ന പേര് വർക്ക് ബുക്ക് എന്നാണ്. അതിനകത്ത് മിനിമം ഡീഫോൾട്ടായിട്ട് 3 ഷീറ്റ് ഉണ്ടാകും. എത്ര ഷീറ്റ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അടുത്ത നോക്കിയേ. വിച്ച് ഫംഗ്ഷൻ ഇൻ എക്സൽ ടെൽസ് ഹൗ മെനി ന്യൂമറിക് എൻട്രീസ് ആർ ദെയർ. ഒരു റേഞ്ച് ഓഫ് വാല്യൂസിൽ എത്ര ന്യൂമറിക് എൻട്രീസ് ഉണ്ട് അല്ലെങ്കിൽ നമ്പേഴ്സ് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന ഫംഗ്ഷൻ ഏതാണ്? നം ആണോ, കൗണ്ട് ആണോ, സം ആണോ, ചെക്ക് നം ആണോ? ഏത് ഫംഗ്ഷനാണ്? ഇപ്പം നമ്മൾ പറഞ്ഞതുള്ള ഏതാണ്? കൗണ്ട് ആണ്. കൗണ്ട് ഫംഗ്ഷനാണ് ന്യൂമറിക് വാല്യൂസ് ചെക്ക് ചെയ്യുന്നതല്ല, കൗണ്ട് ചെയ്യുന്നത്. അടുത്തത്, വിച്ച് വൺ ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഇൻ MS എക്സൽ. എക്സലിലെ ഫംഗ്ഷൻ അല്ലാത്തത് ഏത്? സം ആണോ, AVG ആണോ, മാക്സ് ആണോ, മിൻ ആണോ? ഏതാണ്? AVG എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മുടെ എക്സലിലില്ല. ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ്റെ പേരെന്താണ്? ആവറേജ് എന്ന് തന്നെയാണ്. AVG എന്നൊരു ഫംഗ്ഷൻ ഇല്ല. അപ്പോൾ സം ഉണ്ട്, മാക്സ് ഉണ്ട്, മിന്നുണ്ട്, കൗണ്ട് ഉണ്ട്. പക്ഷേ AVG ഇല്ല. ആവറേജ് എന്ന് തന്നെയാണ് ഫംഗ്ഷൻ്റെ പേര്. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
ഇനി അടുത്തത് ഗ്രേറ്റർ ദാൻ സൈൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് ഓപ്പറേറ്റർ. ഏത് ഓപ്പറേറ്ററിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രേറ്റർ ദാൻ സൈൻ യൂസ് ചെയ്യുന്നത്? അരിത്തമെറ്റിക് ആണോ, ലോജിക്കൽ ആണോ, കണ്ടീഷണൽ ആണോ, ഗ്രേറ്റർ ഓപ്പറേറ്റർ ആണോ? ഏതാണ്? ലോജിക്കൽ ഓപ്പറേറ്റർ. ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഒക്കെ ഏതിലാണ് വരുന്നത്? ലോജിക്കൽ ഓപ്പറേറ്ററിലാണ് വരുന്നത്. ഇനി അടുത്ത നോക്കിയേ, വാട്ട് ഈസ് ദ ഡീഫോൾട്ട് റോ ഹൈറ്റ് ഇൻ എം എസ് എക്സൽ? ഒരു എക്സലിനകത്ത് ഡീഫോൾട്ട് ആയിട്ടുള്ള റോ ഹൈറ്റ് എത്രയാണ്? 10 ആണോ, 12 ആണോ, 15 ആണോ, 13 ആണോ? ഏതാണ്? 15 ആണ് ഡീഫോൾട്ട് ആയിട്ടുള്ള റോ ഹൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, യു ക്യാൻ കമ്പൈൻ ഡാഷ് സെൽസ് ഇൻറ്റു എ സിംഗിൾ സെൽ. എത്ര സെൽസിനെ നമുക്ക് ഒറ്റ സിംഗിൾ സെല്ലായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 ആണോ, 3 ആണോ, മെനി ആണോ, ഓൾ ഓഫ് ദി എബോവ് ആണോ? എത്രയാണ്? 2 സെല്ലിനെ നമുക്ക് കമ്പൈൻ ചെയ്ത് ഒറ്റ സെല്ലാക്കാം, 3 സെല്ലിനെ കമ്പൈൻ ചെയ്ത് ഒറ്റ സെല്ലാക്കാം, മെനി സെൽസിനെ നമുക്ക് കമ്പൈൻ ചെയ്ത് ഒറ്റ സെല്ലാക്കാം. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓൾ ഓഫ് ദി എബോവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഓപ്പറേറ്റർ യൂസ്ഡ് ഫോർ എക്സ്പോണൻഷ്യൽ ഈസ്. ഏതായത് എക്സ്പോണൻഷ്യലിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ഏതാണ്? ആസ്ട്രിക് ആണോ, എക്സ്പോണൻഷ്യൽ ആണോ, ഈക്വൽ ആണോ, പ്ലസ് ആണോ? ഇതേതാണ്? എക്സ്പോണൻഷ്യലിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ സിമ്പലാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത്, ദ ലെറ്റർ, സോറി അവിടെ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, ആൻഡ് ആണ്. ദ ലെറ്റർ ആൻഡ് നമ്പർ ഓഫ് ഇൻ്റർസെക്റ്റിംഗ് കോളം ആൻഡ് റോ ഈസ്. അതായത് ഒരു ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കോളത്തിൻ്റെയും റോയെയും സൂചിപ്പിക്കുന്ന ലെറ്റർ അല്ലെങ്കിൽ അവിടെ വരുന്ന നമ്പർ, അതിനെ നമ്മൾ എന്ത് പറയും? എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സെൽ ലൊക്കേഷൻ ആണോ, സെൽ പൊസിഷൻ ആണോ, സെൽ അഡ്രസ് ആണോ, സെൽ കോർഡിനേറ്റ്സ് ആണോ? ഏതാണ്? ഒരു സെല്ല്, ഒരു കോളവും റോയും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പാർട്ടാണല്ലോ സെല്ലെന്ന് പറയുന്നത്. ആ സെല്ലിലെ വരുന്നത് എന്തൊക്കെയാണ്? കോളത്തിൻ്റെ ആ കോളത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്ററും റോയെ റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്പരും കൂടി ചേരുന്നതാണ് ഒരു സെല്ലിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത്. അതാണ് ആൻസർ എന്ന് പറയുന്നത്, സെൽ അഡ്രസ് ആണ്. അടുത്തത്, ഇൻ എ സ്പ്രെഡ്ഷീറ്റ് എ ഡാഷ് ഈസ് ദ നമ്പർ യു വിൽ യൂസ് ഇൻ എ കാൽക്കുലേഷൻ. ഒരു കാൽക്കുലേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പറിനെ പറയുന്ന പേരെന്താണ്? സ്പ്രെഡ്ഷീറ്റിൽ എന്താ പറയുന്നത്? വാല്യൂ ആണോ, സെല്ലാണോ, ഫീൽഡാണോ, ലേബലാണോ? എങ്ങനെയാണ് അറിയപ്പെടുന്നത്? വാല്യൂ എന്നാണ് അറിയപ്പെടുന്നത്. സ്പ്രെഡ്ഷീറ്റിലെ ഒരു കാൽക്കുലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നമ്പറിനെ അറിയപ്പെടുന്ന പേര് വാല്യൂ എന്നാണ്. നമ്മൾ ഫംഗ്ഷനൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്താ അവിടെ ബ്രാക്കറ്റിൽ പരാന്തസിസ് കഴിഞ്ഞ് കഴിയുമ്പോൾ വാല്യൂ 1, വാല്യൂ 2 എന്ന് കൊടുക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അതാണ് വാല്യൂ. അടുത്തത്, ദ വർക്ക്ഷീറ്റ് നെയിംസ് അപ്പിയർ ഓൺ ദ ടാബ്സ് അറ്റ് ദി ഡാഷ് ഓഫ് ദ വർക്ക് ബുക്ക് വിൻഡോ. വർക്ക്ഷീറ്റ് നെയിംസ് നമ്മുടെ വർക്ക് ബുക്ക് വിൻഡോയുടെ എവിടെയാണ് കാണപ്പെടുന്നത്? അല്ലെങ്കിൽ വർക്ക്ഷീറ്റ് നെയിം കാണപ്പെടുന്ന ടാബ് നമ്മുടെ വർക്ക് ബുക്ക് വിൻഡോയുടെ എവിടെയാണ് കാണപ്പെടുന്നത്? ബോട്ടം റൈറ്റ് ആണോ, ബോട്ടം ലെഫ്റ്റ് ആണോ, ടോപ്പ് ലെഫ്റ്റ് ആണോ, ടോപ്പ് റൈറ്റ് ആണോ? നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എവിടെയാണ് ഷീറ്റ് കാണുന്നത്? ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്ന് നമ്മുടെ ഇപ്പോൾ മൗസ് കാണുന്ന ആ ഒരു പൊസിഷനിലാണ് കാണുന്നത്. അപ്പോൾ ഏത് സൈഡായിട്ട് വരും? അത് ബോട്ടം ലെഫ്റ്റ് ആയിട്ട് വരും. ആൻസർ എന്ന് പറയുന്നത് ബോട്ടം ലെഫ്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് റോസ് വിത്ത് എ കോളം. ഒരു റോയും കോളവും തമ്മിലുള്ള ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു പാർട്ടിന് നമ്മൾ എന്താണ് പറയുന്നത്? എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്താ പറയുന്നത്? സെല്ലെന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, വിച്ച് കമാൻഡ് യൂസ്ഡ് ടു ക്ലോസ് ദ വിൻഡോ ഓഫ് എക്സൽ. എക്സലിലെ ഒരു വിൻഡോയെ ക്ലോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ഏതാണ്? Alt + F4, Ctrl Z, Ctrl R, Ctrl C. ഏതായിരിക്കും? Ctrl R നമുക്ക് അറിയാം എന്താണ്? റൈറ്റ് അലൈൻമെൻ്റ് ആണ്. Ctrl Z അൺഡു ആണ്. Ctrl C എന്ന് പറയുന്നത് കോപ്പിയാണ്. അപ്പോൾ ഏതാണ് വരുന്നത്? ഒരു എക്സൽ വിൻഡോ ക്ലോസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് Alt + F4 ആണ്. അടുത്ത് നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആക്റ്റീവ് സെൽ ഇൻ എക്സൽ. എക്സലിലെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള സെല്ലിനെ പറയുന്ന പേരെന്താണ്? സെൽ അഡ്രസ് ആണോ, റേഞ്ച് ആണോ, ഫോർമുലയാണോ, കറണ്ട് സെല്ലാണോ? നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്റ്റീവ് സെല്ലിനെ പറയുന്ന പേര് കറണ്ട് സെൽ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് മൂവ്സ് ടു ദ പ്രീവിയസ് സെൽ ഇൻ എ വർക്ക്ഷീറ്റ് ഓർ ദ പ്രീവിയസ് ഓപ്ഷൻ ഇൻ എ ഡയലോഗ് ബോക്സ്. ഒരു ഡയലോഗ് ബോക്സിനകത്തുള്ള പ്രീവിയസ് ഓപ്ഷനിലേക്ക്, അതല്ലാന്നുണ്ടെങ്കിൽ
പ്രീവിയസ് സെല്ലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ എന്താണ്? നെക്സ്റ്റ് സെല്ലിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? ടാബാണ്. അപ്പോൾ പ്രീവിയസ് സെല്ലിലേക്ക് പോകാൻ ആൾട്ട് പ്ലസ് ടാബാണോ, കൺട്രോൾ പ്ലസ് ടാബാണോ, എസ്കേപ്പ് പ്ലസ് ടാബാണോ, ഷിഫ്റ്റ് പ്ലസ് ടാബാണോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? ഷിഫ്റ്റ് പ്ലസ് ടാബാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എക്സലിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏത് ടോപ്പിക് വരെ പഠിച്ചിട്ടുണ്ടോ അതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.